ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പരിശുദ്ധമായ നോമ്പിൻ്റെ 5-ാമത്തെ ആഴ്ചയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ലോകരക്ഷകനായ ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിൻ്റെ കുരിശിലൂടെയും മനുഷ്യരാശിക്ക് ലഭിക്കുന്ന രക്ഷയുടെ സംഭവങ്ങളാണ് ഈ നോമ്പ് കാലത്തെ ധ്യാന ചിന്തകൾ. പാതി നോമ്പിൽ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ ഗോകുൽത്ത കുരിശ് നാട്ടപ്പെട്ടു. എല്ലാവരും കുരിശിനെ നോക്കി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവൻ നൽകിയ ക്രിസ്തുവിലെ രക്ഷ പ്രാപിക്കുവാനുള്ള അനുഗ്രഹീതമായ ദിവസങ്ങളിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാട് സംഭവത്തിൽ സർപ്പദംശനമേറ്റ് മരിച്ചു വീഴുന്നവർക്ക് സർപ്പദംശനത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ തക്കവണ്ണം മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ നാട്ടുകയും ആ സർപ്പദംശനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും ചെയ്ത അനുഭവം പുതിയ ഇസ്രായേലാകുന്ന നാം ഓരോരുത്തരും ദൈവത്തെ ശ്രദ്ധ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ സകല പാപത്തിൻ്റെയും തിന്മകളുടെയും പൈശാചിക പരീക്ഷണങ്ങളുടെയും അനുഭവത്തിൽ നിന്നും ദൈവ സന്നിധിയിലേക്ക് നോക്കി അവൻ്റെ കുരിശിലേക്ക് നോക്കി രക്ഷ നേടുന്നതായ ദിവസങ്ങളാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകമായി നാം ചിന്തിക്കുന്നത് യേശുതമ്പുരാൻ ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ 18 സംവത്സരമായി കൂനു ബാധിച്ചതായ ഒരു സ്ത്രീ അവിടേക്ക് ദേവാലയത്തിലേക്ക് കടന്നു വന്ന് സൗഖ്യം പ്രാപിക്കുന്ന അനുഗ്രഹീതമായ വേദവചനങ്ങളാണ് ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് ആധാരമായ വിശുദ്ധ വേദഭാഗം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ വേദഭാഗം. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിക്കുകയായിരുന്നു. അവിടെ 18 വർഷമായി ഒരു രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കലേക്ക് വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി കോപിഷ്ഠനായി ജനങ്ങളോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം പ്രാപിച്ചു കൊള്ളുവീൻ, ശബത്തിൽ അരുത് എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തനും ശബത്തിൽ തൻ്റെ കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 വർഷമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്തുനാളിൽ ഈ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ പ്രതിയോഗികളെല്ലാവരും ലജ്ജിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമപ്രവൃത്തികളാലും ജനമൊക്കെയും സന്തോഷിച്ചു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ വേദഭാഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ മശിഹാ തമ്പുരാൻ ഈ സംഭവത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ 6 സന്ദേശങ്ങളാണ് അല്പസമയത്ത് തിരുവചന ധ്യാനത്തിനായിട്ട്
ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അതിലൊന്നാമതായത്തെ ചിന്ത, ലോകത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യന് ദൈവത്തെ നോക്കുവാനായിട്ട് സാധ്യമല്ല. ലോകത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യന് ദൈവത്തെ കാണുവാനോ ദൈവത്തെ നോക്കുവാനോ സാധ്യമല്ല. ഇവിടെ 18 സംവത്സരമായി കൂന് ബാധിച്ചതായ ഒരു സ്ത്രീ, ഒരു കൂനിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, കൂനുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉയരങ്ങളിലേക്ക് നോക്കുവാനായിട്ട് സാധ്യമല്ല. അവൻ്റെ നോട്ടവും അവൻ്റെ ശ്രദ്ധയും അവൻ്റെ ദർശനവുമെല്ലാം ഭൗമികമാണ്. ഭൗമികമായ കാര്യങ്ങളിൽ മനസ്സ് വെച്ച് അതിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ ഈ കൂനിയായ സ്ത്രീക്ക് വന്നുപോയതുപോലെ കൂന് ബാധിക്കുന്ന ഒരനുഭവം. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ കൂനിയാണ്. അവൾ കൂനി കൂടി ആണ് നടക്കുന്നത്. ആരെയും കാണുവാനായിട്ട് സാധ്യമല്ല. തല ഉയർത്തി ദൈവത്തെ നോക്കുവാനായിട്ട് സാധ്യമല്ല. പ്രിയമുള്ളവരെ, എന്താണ് ഈ കൂന്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ വിട്ട് ലോകത്തിൻ്റെ താൽപ്പര്യങ്ങൾ, ലോകത്തിലുള്ള ആശ്രയങ്ങൾ, പാപബന്ധനങ്ങൾ, തിന്മയുടെ അവസ്ഥകൾ, സകലവിധമായ തെറ്റായ ചിന്തകളും തെറ്റായ ജീവിത രീതിയും, മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ, മദ്യപാനം, വെറിക്കൂത്ത്, അങ്ങനെയുള്ള തിന്മകൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെ നോക്കുവാൻ കഴിയാതെ, ദൈവത്തെ കാണുവാൻ കഴിയാതെ ആത്മാവിന് കൂന് ബാധിച്ച അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളുമായി തീരുന്നു. നമ്മളിപ്പോൾ ശാരീരികമായി നിവർന്ന് നടക്കുന്നു എങ്കിലും ആത്മീകമായി കൂന് ബാധിച്ച മനുഷ്യരാണ്. ദൈവത്തെ കാണുവാനായിട്ടോ ദൈവത്തെ ദർശിക്കുവാനോ കഴിയാത്ത ഒരവസ്ഥ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. പ്രിയമുള്ളവരെ, നമ്മളുടെ പാപങ്ങൾ മൂലം ജീവിതത്തിൽ സാത്താൻ അടിമപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നിന്നും നിവരുവാൻ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ കൂനിയായ ഒരവസ്ഥയിൽ, പാപത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ കൂനാക്കി പോകുന്ന ഒരവസ്ഥ. ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലെ യഹോവയായ ദൈവം കയ്യനോട് ചോദിക്കുന്നുണ്ട്: കയ്യനെ, നിൻ്റെ മുഖം വാടുന്നതെന്ത്? നീ കോപിക്കുന്നതെന്ത്? നീ നന്മ ചെയ്തിരുന്നു എങ്കിൽ ഞാൻ പ്രസാദിക്കുകയില്ലയോ? നീ നന്മ ചെയ്യാത്തിടത്തോളം കാലം പാപം നിൻ്റെ വാതിൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. അതുകൊണ്ട് ആദ്യം നീ പാപത്തെ കീഴടക്കണം. ഈ പാപമുള്ളിടത്തോളം കാലം നിൻ്റെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കുകയില്ല. കാരണം നിനക്ക് ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. നീ പാപം കൊണ്ട് നിൻ്റെ ആത്മാവ്, നിൻ്റെ ജീവിതം കൂനായിത്തീരുന്ന ഒരവസ്ഥ. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു: എൻ്റെ പ്രാകാരത്തിൽ വന്ന് ചവിട്ടി നിൽക്കുവാൻ നിന്നോട് ആവശ്യപ്പെട്ടത് ആരാണ്? നിൻ്റെ പെരുന്നാളുകളും നിൻ്റെ അമാവാസികളും നിൻ്റെ ധൂപകലശങ്ങളും ഞാൻ വെറുക്കുന്നു. കാരണം നിൻ്റെ കൈ അകൃത്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നിൻ്റെ പ്രവൃത്തികൾ തിന്മപ്പെട്ടതാണ്. അതുകൊണ്ട് നിനക്ക് ദൈവികമായ അനുഗ്രഹമുണ്ടാകണമെങ്കിൽ ഈ തിന്മകളെയും പാപങ്ങളെയും അകൃത്യങ്ങളെയും നീ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റിക്കളയുവാനായിട്ട് സാധിക്കണം. ലൗകികമായ ചിന്ത, ലൗകികമായ താല്പര്യങ്ങൾ, ഭൗതികമായ ആഗ്രഹങ്ങൾ, ജഡത്തിൻ്റെ ഇച്ഛകൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ ആത്മീയമായ കൂനുള്ളവരായി, അന്ധതയുള്ളവരാക്കി തീർക്കും. പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹ 4-ാമത്തെ അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത്: ലോകത്തോടുള്ള ആഗ്രഹം, ലോകത്തോടുള്ള താല്പര്യം, സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. ലോകത്തെ സ്നേഹിക്കുന്നവന് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് കഴിയുകയില്ല. ലോകത്തിൽ ആശ്രയിക്കുന്നവന് ദൈവത്തെ ആശ്രയിക്കുവാനായിട്ട് സാധ്യമല്ല. ലൗകികമായ ആശ്രയത്തിൽ നിന്നും, ജഡത്തിൻ്റെ അഭിലാഷങ്ങളിൽ നിന്നും, തിന്മപ്പെട്ട പ്രവൃത്തികളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും, നിവരുവാൻ കഴിയാത്ത ബന്ധനങ്ങളിൽ നിന്നും ആത്മാവിനെ ഉയർത്തുവാനുള്ള ആഹ്വാനമാണ്
ഈ തിരുവചന കേൾവിയിലൂടെ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആരാധനയിലൂടെ ദൈവമഹത്വം കാണുന്ന കൂനിയായ സ്ത്രീയെയാണ്. 18 സംവത്സരമായി സാത്താൻ അവളെ ബന്ധിച്ചിട്ടും ആ പ്രതിസന്ധികളും രോഗങ്ങളും ദുഃഖങ്ങളും നിരാശകളുമൊക്കെ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടും അവൾ തളർന്നു പോകാതെ മടുത്തു പോകാതെ അവൾ ദേവാലയത്തിലേക്ക് വന്ന് അവളുടെ ആത്മ ശരീര മനസ്സുകളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. അവൾ മടുപ്പില്ലാതെ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. ആരാധനയിലൂടെ ആശ്വാസം കണ്ടെത്തിയവൾ. ശാരീരികമായ വേദനകളുണ്ട്, അവൾക്ക് നിവരുവാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ ഭാരങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. കാറ്റും കോളും ജീവിതത്തിലേക്ക് ഏറി വരുമ്പോഴും നിരാശപ്പെട്ട് ജീവിതത്തിലേക്ക് ഉള്ളിലേക്ക് പിൻവലിഞ്ഞു പോകാതെ അവൾ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നു. കർത്തൃ ദിവസം ദേവാലയത്തിൽ ചെന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരനുഭവം. ഈ അനുഭവം നമ്മളുടെ മാതാപിതാക്കളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുമായിരുന്നു. കർത്തൃ ദിവസം തലേ ദിവസം തന്നെ ദേവാലയത്തിൽ പോകുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടും ഒരുക്കത്തോടും ആയിരിക്കുന്ന മാതാപിതാക്കൾ ആ ദിവസങ്ങളിൽ പതിവില്ലാത്ത ദൈവികമായ മുഖപ്രസന്നതയാണ് പ്രാർത്ഥനയോടും ദൈവസന്നിധിയിലുള്ള സമർപ്പണത്തോടും കൂടെ ദേവാലയത്തിൽ പോകുവാനായിട്ട് ഒരുങ്ങുന്ന മാതാപിതാക്കൾ. പക്ഷേ ഇന്നത്തെ തലമുറയിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കാം. ദൈവം ഇത്രമാത്രം അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും സാമ്പത്തികമായ ചുറ്റുപാടുകളും ഭവനങ്ങളും സൗകര്യങ്ങൾക്കുമൊക്കെ ധാരാളമായി നമ്മൾക്ക് തന്നുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഈ ദാനങ്ങൾ നൽകിയതായ ദൈവത്തെ, ദാതാവായ ദൈവത്തെ മറന്നുകൊണ്ട് ദാനങ്ങളിൽ മാത്രം ആശ്രയിച്ച് തൻ്റെ സ്വാർത്ഥതയിലും തൻ്റേതായ ഇഷ്ടങ്ങളിലും അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നാം അനുഭവിക്കുന്ന സന്തോഷങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെയും ഒരു കാര്യം നാം ഓർക്കണം പ്രിയ സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി. ഒരു വൃക്ഷം അത് കായ്ച്ച് അത് ഫലം പുറപ്പെടുവിച്ച് അത് വളരെ വിശാലമായി നിലനിൽക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ വേരുകൾ ഭൂമിയിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. ആ അള്ളിപ്പിടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ വൃക്ഷം വളർന്നു വലുതായി നല്ല ഇലകളും ശിഖരങ്ങളും പൂക്കളും കായ്കളുമായി നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നാമൊക്കെ ഈ സന്തോഷത്തോടും അനുഗ്രഹത്തോടും ജീവിക്കുവാനുള്ള കാരണം നമ്മളുടെ മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കൃപകൾക്കായി അള്ളിപ്പിടിച്ചുകൊണ്ട് എൻ്റെ കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, കരുണ തോന്നണമേ എന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. 84-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവമേ തിരുനിവാസം എത്ര മനോഹരം, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോയി ദൈവത്തെ ആരാധിക്കുവാൻ എൻ്റെ സകല ഭാരങ്ങളും മറന്ന് ദൈവസന്നിധിയിൽ അല്പസമയമായിരുന്നു കൊണ്ട് കർത്തൃദിനങ്ങളിൽ ദേവാലയത്തിലേക്ക് കടന്നു പോകുവാനുള്ള ആഗ്രഹം. നിൻ്റെ പ്രാകാരങ്ങളിലിരിക്കുന്ന ഒരു ദിവസം മറ്റനേകം 1000 ദിവസങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠമാകുന്നു. ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ എൻ്റെ യഹോവയുടെ ആലയത്തിൻ്റെ കാവൽക്കാരനായി നിൽക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമെന്ന് സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആലയത്തെ സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് അവനെ ആരാധിക്കുവാനുമുള്ള ആ ഒരു ആഹ്വാനം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 122-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ പാർക്കുന്ന ആ ഒരു ദിവസം, ആ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ സർവം മറന്ന് ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ കരുണകൾ പ്രാപിക്കുവാനുമുള്ള ദിവസമാണ്. ഈ ആത്മീകമായ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുമ്പോൾ ദേവാലയവും
വിശുദ്ധ ആരാധനയും വിശുദ്ധ കുർബാനയിലും കൂടെ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ? മാലാഖമാർ പോലും നോക്കുവാൻ ഭയക്കുന്ന 6 ചിറകുകളുള്ള ശ്രോപ്പേന്മാരും മാലാഖമാരും ക്രൂബേന്മാരും ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ദൈവത്തെ അവരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം തന്നിരിക്കുന്ന ഈ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ പദവി എത്രമാത്രം നമ്മൾ പ്രയോജനപ്പെടുത്തുകയും ആ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും സാധിക്കുന്നു. നിൻ്റെ കഷ്ടതയിലും നിൻ്റെ രോഗങ്ങളിലും നിൻ്റെ പാപത്തിൻ്റെ അനുഭവത്തിലും നിൻ്റേതായ നെടുവീർപ്പുകളിലും എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ഞാൻ കടന്നു ചെന്ന് അവനെ ഞാൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. മൂന്നാമതായിട്ട്, ഞാൻ ദൈവത്തെ ആരാധനയ്ക്കായി എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം എന്നെ കാണുന്നു. എന്നെ തന്നെ ദൈവം മുൻപാകെ ഞാൻ സമർപ്പിക്കുമ്പോൾ ദൈവം എന്നെ കാണുന്നു. കൂനിയായ സ്ത്രീക്ക് മുമ്പിൽ നിൽക്കുന്ന ആളുകളെ കാണുവാനായിട്ട് കഴിയുകയില്ല. കാരണം അവൾ കുനിഞ്ഞാണ് നിൽക്കുന്നത്. മുൻപിൽ നോക്കാൻ സാധ്യമല്ല. ഭൂമിയിലേക്കാണ് അവൾ നോക്കി നിൽക്കുന്നത്. എങ്കിലും അവളുടെ ഹൃദയത്തിന് കൂന് പിടിച്ചില്ല, അവളുടെ മനസ്സിന് കൂന് പിടിച്ചില്ല. ഇന്ന് നമ്മളൊക്കെ ശരീരത്തിന് വൈകല്യമില്ലെങ്കിലും മനസ്സിന് കൂന് ബാധിച്ചിരിക്കുന്ന ആളുകളാണ്. എന്നാൽ ഈ കൂനിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന് കൂന് ബാധിച്ചുവെങ്കിലും അവളുടെ മനസ്സിനും അവളുടെ ആത്മാവിനും കൂന് ബാധിക്കാതെ ദൈവസന്നിധിയിലേക്ക് ചെന്ന് അവളുടെ ആത്മശരീര മനസ്സുകളെ ദൈവമുൻപാകെ അവൾ സമർപ്പിച്ചപ്പോൾ, ഹൃദയപൂർവ്വം അവളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയപ്പോൾ യേശു അവളെ കണ്ടു. അങ്ങനെ ആത്മശരീര മനസ്സുകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തിന് വൈകല്യമുണ്ടെങ്കിലും ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും എൻ്റെ കർത്താവിലേക്ക് നോക്കി എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അവനെ ആരാധിക്കുവാനായിട്ട് ഞാൻ കടന്നു വരുമ്പോൾ എന്നെ കാണുന്നവനായ ഒരു കർത്താവ് എനിക്കുണ്ട്. അവൻ എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എന്നെ കാണുന്നു. ഞാൻ അവനെ നോക്കുവാനായിട്ട് എനിക്ക് ത്രാണിയില്ല എങ്കിലും മാലാഖമാരും പരിശുദ്ധ മാലാഖമാരും ശ്രോപ്പേന്മാരും ക്രോബേന്മാരും ദൈവത്തെ അനവരതമായി സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ നോക്കുവാൻ കഴിയാതെ 6 ചിറകുകൾ കൊണ്ട്, 2 കൊണ്ട് കണ്ണുകൾ മൂടിക്കൊണ്ട്, 2 ചിറകുകൾ കൊണ്ട് മുഖം മൂടിക്കൊണ്ട്, 2 കൊണ്ട് അവർ പറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ മാലാഖമാരും ശ്രോപ്പേന്മാരും ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ആ ആരാധനയിലൂടെ ദൈവികമായ മഹത്വം കാണുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കണം. സമർപ്പണത്തോടുകൂടി ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ എന്നെ കാണുന്ന ഒരു കർത്താവുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാമത്തെ അധ്യായത്തിൽ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കഷ്ടതയുടെയും തങ്ങളുടെ കാലുകളും കൈകളും ആമത്തിലിട്ട് ബന്ധിച്ചിരിക്കുമ്പോഴും അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. തങ്ങളുടെ ഭാരങ്ങൾ മറന്ന്, തങ്ങളുടെ ബന്ധനങ്ങൾ മറന്ന്, തങ്ങളുടെ കഷ്ടതകൾ മറന്ന്, നാളെ ഏൽക്കുവാനുള്ള ശിക്ഷകൾ മറന്നുകൊണ്ട് ആ കഷ്ടതയുടെ അനുഭവത്തിലും വേദന ഹൃദയത്തിൽ തിങ്ങിപ്പൊട്ടുമ്പോഴും അവർ ആ വേദനയെ വകവയ്ക്കാതെ ഹൃദയപൂർവ്വം ദൈവത്തെ ആരാധിച്ചു. ചങ്ങലകൾ പൊട്ടി, കോട്ടകൾ തകർന്നു, ബന്ധനങ്ങളിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. പ്രിയമുള്ളവരെ, നിൻ്റെ ജീവിതത്തെ ദൈവമുൻപാകെ സമർപ്പിക്കുമ്പോൾ നിൻ്റെ എന്ത് ഭാരങ്ങളായിക്കൊള്ളട്ടെ, കഷ്ടതയായിക്കൊള്ളട്ടെ, കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളായിക്കൊള്ളട്ടെ, രോഗമായിക്കൊള്ളട്ടെ, സാമ്പത്തികമായ കടഭാരങ്ങളായിക്കൊള്ളട്ടെ, അസ്വസ്ഥത നിറഞ്ഞ ജീവിതമായിക്കൊള്ളട്ടെ, രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളായിക്കൊള്ളട്ടെ, സാമ്പത്തികമായ തകർച്ചയായിക്കൊള്ളട്ടെ, ഭവനമില്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ ആയിക്കൊള്ളട്ടെ, മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഭാരമായിക്കൊള്ളട്ടെ, മക്കളുടെ വിവാഹത്തെക്കുറിച്ചുള്ള ആകുലതകളായിക്കൊള്ളട്ടെ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നീ സകലതും മറന്ന് നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ, എൻ്റെ കർത്താവിനെ നോക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ കാണും. 4-മതായിട്ട്, അങ്ങനെ കർത്താവിനെ നോക്കുന്ന മക്കളെ ദൈവം തമ്പുരാൻ തൻ്റെ കൈതൊട്ട് അനുഗ്രഹിക്കും. കൂനിയായ സ്ത്രീ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചപ്പോൾ യേശു അവളെ കണ്ടു. ഇതാ യേശു അവളെ തൊടുകയാണ്. എൻ്റെ സകല പ്രയാസങ്ങളും ഇന്ന് ദൈവം തമ്പുരാൻ മാറ്റാൻ പോവുകയാണ്.
എൻ്റെ കഷ്ടതകൾ മാറാൻ പോവുകയാണ്, എൻ്റെ വേദനകൾ മാറാൻ പോവുകയാണ്, എൻ്റെ നിരാശകൾ മാറാൻ പോവുകയാണ്. കാരണം നിന്നെ തൊടുന്ന കർത്താവാണ് നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നിൻ്റെ ശിരസിനെ നീ കുനിച്ചു കൊടുക്കുക. ദൈവം നിന്നെ തൊടാൻ പോകുന്നു. അവൻ്റെ ആണിപ്പാടുള്ള കരം നിന്നെ തൊടാൻ പോകുന്നു. നിനക്ക് വേണ്ടി, നിൻ്റെ വിശപ്പകറ്റാൻ വേണ്ടി, നിൻ്റെ ആത്മാവിൻ്റെ ദാഹം തീർക്കുവാൻ വേണ്ടി തൻ്റെ ശരീരം താൻ തന്നെ മുറിച്ച് നമുക്ക് വേണ്ടി നൽകിയതായ ആ രക്ഷകൻ്റെ കരം ഇന്ന് നിൻ്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. നിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ആണിയടിക്കപ്പെട്ടതായ കർത്താവിൻ്റെ കരം ഇന്ന് നിന്നെ തൊടാൻ പോവുകയാണ്. നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ അനുഗ്രഹിച്ചവനായ കർത്താവിൻ്റെ കരം ഇന്ന് നിന്നെ തൊടാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാൻ നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യെശയ്യാ പ്രവചനം 41 അധ്യായം അതിൻ്റെ 10 വാക്യത്തിൽ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കാം, എൻ്റെ നീതിയുടെ ബലമുള്ള ഭുജത്തിൽ ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാം. ആ ദൈവികമായ കരം ഈ സമയത്ത് നിന്നെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. ഹൃദയപൂർവം നിനക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സാധിക്കുമോ? നീ ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ, പാപത്തിൻ്റെ ബന്ധനങ്ങളിലായിക്കൊള്ളട്ടെ, രോഗത്തിൻ്റെതായ ബന്ധനത്തിലായിക്കൊള്ളട്ടെ, ലോകത്തിൻ്റെ സന്തോഷങ്ങളും ലോകത്തിൻ്റെതായ മേൽക്കോയ്മകളും നിന്നെ കൂനുള്ളതാക്കി, നിൻ്റെ ആത്മാവിനെ കൂനുള്ളതാക്കി തീർത്തു എങ്കിൽ ദൈവസന്നിധിയിലേക്ക് അനുതാപത്തോടുകൂടെ കടന്നു വന്ന് നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ദൈവമേ, തെറ്റായ എൻ്റെ ജീവിതത്തിൽ നിന്നും, പാപത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്നും ആ മുടിയനായ പുത്രൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുക്കലേക്ക് വന്നതുപോലെ ഞാനിതാ നിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരുന്നു, നിന്നെ നോക്കുന്നു. എൻ്റെ കർത്താവേ, നീ എന്നെ കാണുന്നവനായ ദൈവമാകുന്നു. ഞാൻ നിന്നെ കാണുന്നതിന് മുമ്പേ നീ എന്നെ കണ്ടിരിക്കുന്നു. സക്കായിയെ കണ്ടതുപോലെ നീ എന്നെ കാണുന്നവനായ ദൈവമാകുന്നു. ഞാൻ എൻ്റെ കർത്താവിനെ നോക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ നോക്കുന്നു. മാത്രമല്ല, അവൻ്റെ സൗഖ്യദായകമായ കരം, ആശ്വാസത്തിൻ്റെ കരം, സ്നേഹത്തിൻ്റെ കരം, ആണിപ്പാടുള്ള കരം ഇന്ന് നിന്നെ തൊടുവാനായിട്ട് പോവുകയാണ്. ആ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ നിൻ്റെ ശിരസ്സൊന്ന് താഴ്ത്തി കൊടുക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? അങ്ങനെ മനസ്സുണ്ട് എങ്കിൽ നിൻ്റെ സകല ബന്ധനങ്ങളെ അഴിക്കുവാൻ തക്കവണ്ണം എൻ്റെ രക്ഷകനായ കർത്താവ് ഇന്ന് നിന്നെ തൊടുവാൻ പോവുകയാണ്. ഈ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഈ വചനം ശ്രവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സഹോദര, പ്രാർത്ഥിക്കുന്ന സഹോദരി, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് നിന്റെ തലയെ നിനക്കൊന്ന് കുനിച്ചു കൊടുക്കാമോ? നിന്റെ ഹൃദയത്തെ നിനക്കൊന്ന് സമർപ്പിക്കാമോ? എൻ്റെ കർത്താവെ, ഇതുവരെയും തെറ്റായ വഴികളിലൂടെ ഞാൻ പോയി എങ്കിൽ ഇനി നിന്റെ സന്നിധിയിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്നെ നീ ശുദ്ധീകരിക്കണമേ. നിന്റെ ആണിപ്പാടുള്ള കരം കൊണ്ട് എന്നെ തഴുകുമാറാകണമേ. ഉള്ളങ്കാൽ മുതൽ ശിരസ് വരെയും ആ ആണിപ്പാടുള്ള കരം കൊണ്ട് കർത്താവ് നിന്നെ തഴുകുന്നു. അഞ്ചാമതായിട്ട് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ കാണാൻ കഴിയുന്ന ഒരു വലിയ സന്ദേശം, ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന കൂനിയായ സ്ത്രീയെയാണ്. അവളുടെ ശരീരത്തിൻ്റെ കൂന് മാറി. എൻ്റെ കർത്താവിനെ കണ്ടപ്പോൾ, എൻ്റെ കർത്താവിനെ തൊട്ടപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ കൂന് മാറി. ഞാൻ നിവർന്നു നിന്ന് എൻ്റെ കർത്താവിനെ സ്തുതിച്ചു. ആരാധനയിലൂടെ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ എൻ്റെ കർത്താവിനെ കാണുകയും എൻ്റെ കർത്താവിനെ തൊടുകയും ചെയ്തു. എൻ്റെ കർത്താവിനെ തൊട്ടപ്പോൾ എൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചു. 18 സംവത്സരമായി സാത്താൻ എന്നെ ബന്ധിച്ചിരുന്ന പാപത്തിൻ്റെയും കൂനിൻ്റെയും അനുഭവത്തിൽ നിന്ന് ദൈവം എനിക്ക് വിടുതൽ നൽകുന്നവനായ കർത്താവാണ് എന്നെ തൊട്ടത്. അതുകൊണ്ട് എൻ്റെ കർത്താവേ, ഞാൻ നിന്നെ സ്തുതിക്കും. ദൈവം തന്ന ദാനങ്ങളെ ഓർത്ത്, ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത്, സൗഖ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കൂനിയായ സ്ത്രീ. ദൈവം എത്രയെത്രയോ അനുഗ്രഹങ്ങളെ നമുക്ക് നൽകി. ഞാൻ രോഗിയായിരുന്നപ്പോൾ എൻ്റെ രോഗക്കിടക്കയിൽ വന്ന് അവൻ എന്നെ ആശ്വസിപ്പിച്ചില്ലേ? അവനെനിക്ക് സൗഖ്യം നൽകില്ലേ? മക്കളില്ലാതെ ഭാരപ്പെട്ട് പല ആശുപത്രിയിൽ കയറിയിറങ്ങി ഞാൻ ചികിത്സിച്ചെങ്കിലും എൻ്റെ കർത്താവിനോട് ഞാൻ നിലവിളിച്ചപ്പോൾ ദൈവം എനിക്കൊരു അരുമസന്താനത്തെ നൽകിയില്ലേ? സാമ്പത്തികമായ കടഭാരത്താൽ എനിക്കങ്ങ് മരിച്ചാൽ മതി എന്ന് തോന്നിയപ്പോഴും എൻ്റെ കർത്താവ് എനിക്ക് രക്ഷകനായി കൂടെ നിന്നില്ലേ? കുടുംബജീവിതം തകർച്ചയുടെ വക്കിലെത്തിയപ്പോഴും എൻ്റെ കർത്താവിനോട് ഞാൻ നിലവിളിച്ചപ്പോൾ ദൈവം എനിക്ക് ശാന്തിയും എനിക്ക് ആശ്വാസവും കുടുംബജീവിതത്തിൽ സമാധാനവും നൽകിയില്ലേ? സാമ്പത്തികമായി ഞാൻ തകർന്നു പോയി, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോഴും അവൻ്റെ കരം നമ്മെ പിടിച്ച് വഴി നടത്തിയില്ലേ?
പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും അവൻ എനിക്ക് രക്ഷയും മോചനവും നൽകിയില്ലേ? എൻ്റെ കർത്താവിന് അതിന് പ്രതിപകരമായി ഞാൻ എന്തു കൊടുക്കും? കർത്താവിൻ്റെ ഒരു ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. അതിലിപ്രകാരം കർത്താവിൻ്റെ കുരിശിൻ്റെ മുകളിൽ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്: എൻ്റെ മകനെ, ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി സഹിച്ചു. അതിൻ്റെ അടിക്ക് ഒരു ചോദ്യം നമ്മോട് ചോദിക്കുന്നു: ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി സഹിച്ചപ്പോൾ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ദൈവം ഇത്രമാത്രം എൻ്റെ പാപങ്ങളെ ഓർക്കാതെ എന്നെ സ്നേഹിച്ചു. എൻ്റെ പാപത്തിനു വേണ്ടി അവൻ കുരിശിൽ മരിച്ചു. പാപമരണത്തിനെ രക്ഷിപ്പാൻ തക്കവണ്ണം അവൻ കാൽവറി ക്രൂശിൽ തൻ്റെ ശരീരത്തെ തന്നെ മുള്ളുകൾക്കും ആണികൾക്കും ഏൽപ്പിച്ചു കൊടുത്തു. സങ്കീർത്തനക്കാരൻ പാടുന്നു: നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി. എൻ്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി. എൻ്റെ നാവിൽ പുതിയൊരു പാട്ട് തന്നു. അതെൻ്റെ ദൈവത്തിന് സ്തുതി തന്നെ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനുള്ള അനുഗ്രഹീതമായ സന്ദേശമാണ് ഈ കൂനിയുടെ സൗഖ്യത്തിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആറാമതായിട്ട് ഈ വേദഭാഗത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു: അനുഷ്ഠാനങ്ങളും ആരാധനയുമെല്ലാം നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണം. അതിനുവേണ്ടിയുള്ള അനുഭവമായി ആരാധനകൾ മാറണം. ഇവിടെ ശാബത്ത് നാളിൽ ആ കൂനിയായ സ്ത്രീക്ക് സൗഖ്യം കൊടുത്തതിനെ ചോദ്യം ചെയ്യുന്ന പരീശന്മാരെയും സാധൂക്യന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ നമുക്ക് കാണാം. എന്നാൽ പുതിയ നിയമത്തിൽ യേശു തമ്പുരാൻ നിയമങ്ങൾക്കും ആചാരങ്ങൾക്കുമൊക്കെ അപ്പുറമായി മാനുഷികമായ നന്മകൾ നൽകുന്ന, നന്മ പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, വലിയ നോമ്പിലെ പ്രാർത്ഥനകളും ഉപവാസങ്ങളുമൊക്കെയും പലപ്പോഴും ഒരാചാരമായി മാത്രം നിൽക്കുന്നു എങ്കിൽ എൻ്റെ ഈ ആത്മീയമായ ഈ നോമ്പെടുപ്പ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ദൈവസന്നിധിയിൽ ആചാരങ്ങളായി മാത്രം അധപ്പതിക്കാതെ ദൈവത്തിൻ്റെ കരുണയെയും സ്നേഹത്തെയും ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം എൻ്റെ ആത്മശരീര മനസ്സുകളെ ദൈവമുൻപാകെ ഒരു യാഗവസ്തുവായി സമർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. യെശയ്യാ പ്രവചനം 58-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം തമ്പുരാൻ ഇസ്രായേൽ മക്കളോട് ചോദിക്കുന്നു: എനിക്ക് ഇഷ്ടമുള്ള നോമ്പും പ്രാർത്ഥനയും ഇതാണോ? മനുഷ്യൻ ആത്മതപനം ചെയ്യുന്നതും വേഴത്തെ പോലെ തലകുനിക്കുന്നതുമാണോ യഥാർത്ഥമായ നോമ്പ്? എന്നെ പ്രസാദിപ്പിക്കുവാൻ നിങ്ങൾ ഈ വ്യർത്ഥമായ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രിയമുള്ളവരെ, ഇതാകുന്നുവോ ഉപവാസം? ഇരട്ടും വെണ്ണീറിലും കിടക്കുന്നതാണോ? തലയെ വേഴത്തെ പോലെ കുനിക്കുന്നതാണോ? ഇതിനാണോ നോമ്പെന്ന് ഉപവാസമെന്ന് പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുവാനും പാപത്തിൻ്റെ അമിക്കയറുകളെ, നുകത്തിൻ്റെ കയറുകളെ പൊട്ടിക്കുവാനും എല്ലാ നുകത്തെയും തകർക്കുവാനും ഇതല്ലയോ എൻ്റെ ദൈവത്തിന് പ്രസാദകരമായ നോമ്പ്? യഹോവയുടെ മഹത്വം അങ്ങനെയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് യഹോവയായി ദൈവം തമ്പുരാൻ അരുളി ചെയ്യുന്നു. കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കിയതിലൂടെ, അവൾക്ക് ദൈവാനുഗ്രഹം നൽകിയതിലൂടെ, നിയമങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ ഉപരിയായി നന്മ പ്രവൃത്തികളാണ് ദൈവത്തിന് പ്രസാദം. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എൻ്റെ സ്നേഹിതന്മാർ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. ഇതാ കൂനിയായ സ്ത്രീ, അവൾ ദൈവാലയത്തിലേക്ക് കടന്നു വന്നു. അവൾ ദൈവത്തെ നോക്കി, അവൾ ഹൃദയത്തെ ഉയർത്തി പ്രാർത്ഥിച്ചു. അവളുടെ പ്രാർത്ഥന ഇതാ ദൈവം കേൾക്കുന്നു. യേശു അവളെ കണ്ടു, യേശു അവളെ തൊട്ടു, യേശു അവളുടെ ബന്ധനങ്ങളെ മാറ്റി. അവൾ നിവർന്നു നിന്ന് നന്ദിയോടെ ദൈവത്തെ ആരാധിച്ചു. ഓരോ ആരാധനകളും, ഓരോ നോമ്പും, ഓരോ നമസ്കാരങ്ങളും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയായി തീരുവാൻ തക്കവണ്ണം, നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധമായ നോമ്പ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.